Boche Gold and Diamonds. Buy now, pay later. കണ്ണൂർ എക്സ്പ്രസ് ഷൊർണൂർ എത്തുന്നതിന് മുൻപ് നിലമ്പൂർ പാസഞ്ചർ തീവണ്ടി ഷൊർണൂരിൽ നിന്നും കടത്തിവിട്ടതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ എക്സ്പ്രസ്സിലെത്തിയ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന കോഴിക്കോട് പാസഞ്ചർ വണ്ടി തടഞ്ഞിട്ടു. വൈകിട്ട് 8:40 പോകേണ്ട വണ്ടിയാണ്, കോഴിക്കോട് പാസഞ്ചർ വണ്ടിയാണ് സ്റ്റേഷനിൽ തടഞ്ഞിട്ടിരിക്കുന്നത്. കണ്ണൂർ എക്സ്പ്രസ്സിലെത്തിയ നിലമ്പൂർക്കുള്ള 300ഓളം യാത്രക്കാരാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പോലീസ് സ്റ്റേഷന് മുൻവശത്തായി കോഴിക്കോട് പാസഞ്ചർ തടഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടുന്ന് ഷൊർണൂരിലെത്തിയ കണ്ണൂർ എക്സ്പ്രസ്സിൽ എറണാകുളം ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള എത്തിയ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർക്ക് ഇനി മറ്റ് യാത്രാ വഴികളൊന്നും ഇല്ലെന്ന് പറഞ്ഞാണ് ഇവിടെ നിലമ്പൂരിലേക്കുള്ള യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. കണ്ണൂർ എക്സ്പ്രസ്സിൽ വന്ന നിലമ്പൂർ ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത യാത്രക്കാരെല്ലാം ഇപ്പോൾ ഈ ട്രെയിനിന്റെ മുമ്പിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് മുമ്പിലാണെങ്കിലും RPF ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം എത്തി പ്രതിഷേധക്കാരെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വഴങ്ങുന്നില്ല. യാത്രയ്ക്ക് പകരം സംവിധാനം ഒരുക്കാതെ ട്രാക്കിൽ നിന്ന് കയറില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധിക്കുന്ന യാത്രക്കാരുള്ളത്. ഇത് ഒട്ടനവധി തവണ ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല എന്ന് പറഞ്ഞാണ് യാത്രക്കാരുടെ പ്രതിഷേധം. എന്ത് സംവിധാനമാണെങ്കിലും ഞങ്ങൾ ട്രാക്കിൽ നിന്ന് മാറില്ല, ഞങ്ങൾക്ക് ബദൽ സംവിധാനം ഒരുക്കണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ട്രാക്കിൽ ഇറങ്ങി നിന്നുള്ള പ്രതിഷേധം ഗുരുതരമായ സാഹചര്യമാണെന്ന് പോലീസും അതുപോലെ RPF ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. നിലമ്പൂർക്ക് വണ്ടിന്റെ ഇവിടുന്ന് 8:10 എറണാകുളം ഇന്റർസിറ്റി വരും 7:55 വരെ. ആ ട്രെയിൻ വന്ന ആ ട്രെയിനിൽ ഈ നിലമ്പൂർ വണ്ടിയിൽ പോകാനുള്ള ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു, സ്ഥിര യാത്രക്കാരുണ്ടായിരുന്നു. ആ ഇന്റർസിറ്റി വന്നതിന് ശേഷം പോകാറുള്ളൂ. ഇനി വൈകിയ തന്നെ അത് പിടിച്ചിടാറുണ്ട്. ഇന്ന് ആ ട്രെയിൻ വന്നതിന് മുമ്പ് തന്നെ ഈ ട്രെയിൻ പറഞ്ഞു കറക്റ്റ് സമയത്ത് 15 മിനിറ്റ് താഴെ സമയത്ത് ലേറ്റ് ആകാൻ വള്ളത്തോട് ഞങ്ങൾ കിടപ്പുണ്ടായി, വണ്ടി തൊട്ടപ്പുറത്ത് കിടപ്പുണ്ടായി. അത്ര അടുത്ത് കിടന്നിട്ട് ആ വണ്ടി വരാനുള്ള സാവകാശം ഇവർ കൊടുത്തില്ല. ആ വണ്ടി പറഞ്ഞു വിട്ടു. ആ ട്രെയിനിലേക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കാർ വണ്ടിയിൽ ഒരുപാടുണ്ടെന്നുള്ള ഇവർക്ക് അറിയാവുന്നതാണ്. അതൊന്നും വായിക്കാതെ ട്രെയിൻ പറഞ്ഞു വിട്ടു. ഇതിനകത്ത് ഈ നിൽക്കുന്ന ആൾക്കാർ, ഈ പെണ്ണുങ്ങൾ എല്ലാവരും പെരിന്തൽമണ്ണ പെട്ടപ്പുറത്തേക്ക് പോകണം. ഇവിടെ ഒരു KSRTC ബസ് പോലും കിട്ടില്ല. എങ്ങനെ നാട്ടിപ്പോകും? സ്ഥിര പരിപാടി അവർ എടുക്കുക. ഇവർക്ക് തോന്നണ പോലെ ഈ ട്രെയിനിന്റെ സർവീസ് ഇവിടെ നടത്തുന്നത്. ജനങ്ങൾക്ക് ഉപകാരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മര്യാദക്ക് ചെയ്യണ്ടേ? ഇനിയിപ്പോ ഈ ട്രെയിൻ പോയാലാണ് വേറെ ട്രെയിൻ പോകാൻ പറ്റുള്ളൂ, അങ്ങനെ പ്രശ്നമില്ല. കാരണം ഇവിടുന്ന് പോണ ട്രെയിൻ ലാസ്റ്റ് ട്രെയിൻ അത്. പിന്നെ ഇനി പോണെങ്കിൽ ഇതിന് മറ്റേ രാജറാണി വരണം. അപ്പൊ ഇത് അയാളോട് ഇങ്ങോട്ട് വരാൻ അങ്ങനെ പറയാതെ ഞങ്ങൾ വിടൂല. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ നിങ്ങൾ റിക്വസ്റ്റ് ചോദിക്കാണ്. ഇത് ഞാൻ പറയട്ടെ, ഇത് സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന. ഇവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉള്ളവരുടെ വായിൽ പഴമല്ലേ കാരണം അങ്ങനെ നിങ്ങൾ പറയുന്നത്. നിങ്ങളിങ്ങനെ അല്ല, ഇവിടെ ഉള്ളവർക്ക് പറയണ്ടേ? ഇവർക്ക് അറിയാവുന്നല്ലേ ഇങ്ങനെ ഒരു സൊല്യൂഷൻ. ഇത് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നാണ്. ഇത് ഡിവിഷൻ സാറേ, എന്ത് ഡിവിഷന് വന്നെയാണെങ്കിൽ ഇവർക്ക് പറയാം. പുറയിൽ വന്ന ഇന്റർസിറ്റിയിൽ വന്ന ആളുകൾ അത് പോകാൻ അറിയാവുന്ന കാര്യമല്ലേ? ജനങ്ങൾക്ക് വേണ്ടി
ഞങ്ങളുടെ ട്രാക്കിൽ നിന്ന് ഒരാളെ പെട്ട് മനസ്സിലാവും. തീരുമാനം വേണ്ട, ഈ കൈ നേരെ പോട്ടെ. പിന്നെ നിങ്ങൾ അടുത്ത ബസ്സിന് കയറി പോവാന്നല്ലാണ്ട് ബസ് വരുമ്പോ പോവാ, അല്ലാണ്ട് ഞങ്ങൾ പഠിച്ചിട്ടാണോ? ഞങ്ങളുടെ മിസ്റ്റേക്കാണോ? മിസ്റ്റേക്കല്ല, തിരുവനന്തപുരം ഡിവിഷൻ അവര് അവിടെ അപ്പുറത്തെ സിഗ്നൽ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല, അവര് വന്നില്ല. ഇതിപ്പോ 2 ദിവസം കൂടി ഉണ്ടായ സംഭവമാണ്. ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാവാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പുണ്ടായ സമയത്ത് തന്നെ നിങ്ങൾ മുകളിലേക്ക് പരാതികൾ കൊടുക്കേണ്ടായിരുന്നു. അത് ചെയ്തില്ല. ഇവിടെ പാടെ മാത്രമല്ല, അതല്ലേ പുള്ളി പറഞ്ഞു. പുള്ളിക്ക് തീർക്കാൻ കഴിയില്ല, സ്റ്റേഷൻ മാസ്റ്റർക്ക് കഴിയില്ല. അത് പുള്ളി പറഞ്ഞു. സ്റ്റേഷനകത്ത് വരുന്നുള്ളൂ. സ്റ്റേഷൻ മാസ്റ്റർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞില്ലേ, പുള്ളിക്ക് ഇതിന്റെ ഉള്ളിൽ ട്രാക്ക് ചെയ്തത് പിടിക്കാനേ പറ്റുള്ളൂ. പാലത്തിന്റെ അപ്പുറത്തുള്ള സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ സമയങ്ങളിൽ ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ അധികം ആൾക്കാർ ഇതേപോലെ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ ഇത് സ്ഥിരം പരിപാടി ആകുമ്പോൾ ആൾക്കാർ ഇടപെട്ടു മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനുണ്ടാവണം എന്നുള്ളതാണ് എല്ലാവർക്കും പറയുന്നത്. കാരണം അല്ലെങ്കിൽ ആ വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാതെ ഒരു 10 മിനിറ്റ് നിർത്താം. കാരണം നിലമ്പൂർ ഭാഗത്തേക്ക് വേണ്ടി ആളുകൾക്ക് വേണ്ടിയുള്ള വണ്ടിയാണ്. നിലമ്പൂർ ഭാഗത്തേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ വണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചൊരു 5 മിനിറ്റെങ്കിലും അത് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് എടുത്തു പോവുകയും ചെയ്ത് നമ്മളെ വെറുതെ അവിടെ പിടിച്ചിട്ടുണ്ട്. അതൊന്നുമില്ലാതെ നമ്മൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു KSRTC വണ്ടി വരില്ല, അത് അവരുടെ സൗകര്യത്തിന് വരുന്നു, അറിയാലോ. നമ്മൾ അല്ലാണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു KSRTC ഒന്നും ഇവിടെ വലിയ ദിവസം അറിയില്ല, അവര് ഇവിടെ വിട്ടുപോകുന്നില്ല. ഇവിടെ ഡിപ്പോട്ട് പാലക്കാട് പിന്നെ 2 നടക്കില്ല. ഇപ്പോഴാണെങ്കിൽ റോയൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട്. കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഡിസംബർ 30 ആണ് നറുക്കെടുപ്പ്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.